ഡിയർ ഫ്രണ്ട്സ്, ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. ഈ കഴിഞ്ഞ ഗ്രാമപഞ്ചായത്ത് കോർപ്പറേഷൻ ഇലക്ഷനുകളൊക്കെ കഴിഞ്ഞു. അതിനു മുമ്പ് തന്നെ ഗവൺമെൻറ് നമ്മളുടെ പല വാർഡുകളെ വിഭജിക്കുകയും വാർഡുകൾ കൂട്ടുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിനോടനുബന്ധിച്ച് ഇപ്പോൾ പുതിയൊരു അറിയിപ്പ് വന്നിരിക്കുന്നത് എല്ലാ വീടുകളുടെയും നമ്പറുകൾ മാറാൻ പോകുന്നു. ഈ നമ്പർ മാറ്റം എന്ന് പറയുന്നത് ഈ വിഭജനം വന്നപ്പോൾ വാർഡുകൾ മാറി. അത് പണ്ട് നേരത്തെ കുറേ കൊല്ലങ്ങളായി വീട്ട് നമ്പറൊക്കെ ചേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ സാറിനൊരു വീട്ട് നമ്പർ ഇട്ട് കഴിഞ്ഞാൽ ഇടയ്ക്കൊരു വീട് വന്നു കഴിയുമ്പോഴത്തേക്കും സപ്പോസ് ഇപ്പോൾ ഒരു വീടിൻ്റെ നമ്പർ 1/1 ആണെങ്കിൽ പിന്നെ എഴുതുന്നത് 1A 1B C D E അങ്ങനെ പോകുന്നതാണ് നമ്പറുകൾ. ഇതൊക്കെ മാറ്റിയിട്ട് എല്ലാവർക്കും ക്രമ നമ്പർ കൊടുക്കാനാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത്. കേരളത്തിൽ മൊത്തം വീടുകളും ഫ്ലാറ്റുകളും കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളും എല്ലാം കൂടി ഏകദേശം 1.5 കോടിയോളം ബിൽഡിങ്ങുകൾ നിലവിലുണ്ട്. അതിൽ 1,10,00,000 വീടുകളാണ്, ബാക്കി 40 ലക്ഷത്തോളം കമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളാണ്. ഇതിനെല്ലാം തന്നെ കണ്ടിന്യൂസ് നമ്പർ കൊടുക്കാൻ ABCD ഒഴിവാക്കിയിട്ട് കണ്ടിന്യൂസ് നമ്പർ കൊടുക്കാനാണ് തീരുമാനം. ഉടനെ തന്നെ ആ പ്രക്രിയ തുടങ്ങും എന്നാണ് ഇപ്പോൾ ഗവൺമെൻറ് തലത്തിൽ നിന്നും അറിയിച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ വാർഡ് നമ്പറും വീട്ടു നമ്പറും മാറാനുള്ള സാധ്യതകളുണ്ട്. ഇത് മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടേതായിട്ടുള്ള ആധാർ കാർഡിലോ അല്ലെങ്കിൽ അങ്ങനെ ഈ അഡ്രസ്സ് പ്രൂഫുള്ള സ്ഥലത്തൊക്കെ നിങ്ങൾ സ്വയമേ ചെന്ന് എവിടെയാണ് അക്ഷയയിലോ എവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ്സ് ചേഞ്ച് കൊടുക്കേണ്ടതായിട്ട് വരും. അതിലൊക്കെ മാറ്റം വരുത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ഡോക്യുമെൻറ്റിൽ കിടക്കുന്ന ഒരു നമ്പർ, വീട്ടിൽ കിടക്കുന്ന ഔദ്യോഗികമായിട്ട് നമ്പറുകൾ വേറെ, ഈ പ്രശ്നം ഒഴിവാക്കേണ്ടി വരും. കാരണം കുറേ കൊല്ലങ്ങളായി വീട്ട് നമ്പറൊക്കെ മാറിയിട്ട്. അപ്പോൾ ഇപ്പോൾ ഈ പ്രക്രിയ ഉടനെ തുടങ്ങും. അപ്പോൾ നിങ്ങൾ ഇത് ശ്രദ്ധിക്കുക. 1.5 കോടിയോളം ബിൽഡിങ്ങുകളുടെ നമ്പറുകൾ മാറാനായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങളുടെ നമ്പറുകൾ മാറും. ABCD ഒഴിവാക്കിയിട്ട് കണ്ടിന്യൂസ് നമ്പറായിട്ട് കിട്ടുന്നത്. ഈ കിട്ടുന്ന മുറയ്ക്ക് നിങ്ങൾ വീട്ടിൽ നമ്പർ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങളുടെ അഡ്രസ് പ്രൂഫ് ഉള്ളിടത്തൊക്കെ നിങ്ങൾ ഈ ചേഞ്ച് ഓഫ് അഡ്രസ്സ് കൊടുത്ത് മാറ്റി മേടിക്കേണ്ടതാണ്. ഇത് നിങ്ങളുടെ അറിവിലേക്കായിട്ട് പറയുകയാണ്. എല്ലാ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തതെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.